ഇതിവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം കേട്ടാ കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചിട്ട് വന്നിരിക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകണമെന്ന് നല്ല ആഗ്രഹം. മഴ പെയ്തതോടുകൂടി ഇവിടെ ഇന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചത് അതും നടന്നില്ല. അവരും കൂടി ആദ്യം ഓടിക്കയറും. എന്താണാവോ ഇവിടെ അമ്മ കാര്യമായിട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ള പോലെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും അഡ്രസ്സായി എല്ലാവർക്കും കേട്ടാ. അപ്പം നമ്മളിതാ ഈ പറമ്പിലെത്തി. എൻ്റെക്കാളും മുന്നേ വീട്ടിട്ടാക്കാന്ന് വെച്ചിട്ട് ആ കയ്പ ചീൻ കിട്ടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാ. അയ്യോട്ടാ കൊണ്ട നിങ്ങൾക്കുള്ള തരാട്ടാ. അപ്പോൾ ഒരു മെഴുക്ക് പൊട്ടി ഉണ്ടാക്കാന്ന് വെച്ചു. അപ്പോൾ ഇതാ നമ്മളൊന്ന് പറമ്പിലിറങ്ങി പീച്ചിങ്ങി 2 കയ്പക്കായും പൊട്ടിച്ചെടുത്തു. കാലത്ത് എണ്ണിട്ടേ നമ്മുടെ എന്താ പറയുക ചാറ് കറികളുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ദോശയായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇതാ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കടലക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ദോശയിലേക്കും അതേപോലെ തന്നെ നമുക്ക് ഉച്ചയിലേക്ക് എടുക്കാവുന്ന രീതിയിലുള്ള കറിയായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ ഇന്നലെ രാത്രിയിൽ ചാളക്കറി വെച്ച് വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ തോന്നി ഒരു മെഴുക്ക് പൊട്ടും കൂടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ പീച്ചിക്കും കയ്പക്കായും പോയി പൊട്ടിച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കണം. പിന്നെ ഞാനാണെങ്കിൽ ദോശ കഴിച്ചിട്ടില്ല. അപ്പം ഇനി ദോശയും കൂടി കഴിച്ചതിന് ശേഷമാണ് ഇനി നമ്മൾ മെഴുക്ക് പൊട്ടൊക്കെ ഉണ്ടാക്കി നമുക്ക് പറമ്പിലത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇറങ്ങണമല്ലോ കേട്ടോ. നമ്മുടെ കയ്പയ്ക്ക മെഴുക്ക് പൊട്ടിയായിട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പീച്ചിങ് എടുക്കേണ്ട വന്നില്ലേ. ഞാൻ കയ്പക്കായും പീച്ചിയും കൂടി ഒരുമിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അമ്മയുള്ളപ്പോഴേ അമ്മ അങ്ങനെയാണ് എന്തൊക്കെയാണ് പച്ചക്കറികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കറികളും അതായത് എല്ലാ പച്ചക്കറികളും കൂട്ടിയിട്ട് ഒരു മെഴുക്ക് പൊട്ടി ഉണ്ടാക്കും. എനിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നോക്കിയപ്പോഴേ 2 കയ്പക്കായ എടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് കറിക്കുള്ളതായി. അപ്പോൾ പിന്നെ ഞാൻ പീച്ചിങ് എടുത്തില്ല. അപ്പോൾ ഇതാ കയ്പയ്ക്ക മെഴുക്ക് പൊട്ടി ഇവിടെ റെഡി ആയിട്ടാ. ഇനി നമ്മൾ അവിടുത്തെ പറമ്പിലേക്ക് പോവാ. അപ്പം നമ്മളിതാ ഈ പറമ്പിലെത്തി. എൻ്റെക്കാളും മുന്നേ പേളിക്കുട്ടി ഇതാ പറമ്പിലത്തെ കാര്യങ്ങൾ തുടങ്ങി നോക്കിയേ. കണ്ടോ ആ മതിലിൻ്റെ അറ്റത്ത് പോയി നിന്നിട്ടാണ് അവൾ നോക്കണത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട് ചോദിച്ചു പേളിക്കുട്ടീനെ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ കാണാണ്ട് വന്നതാ. അവൾ മോൻ്റെ കൂടെ കളിക്കായിരുന്നു. പിന്നെ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഈ പറമ്പിൽ വന്നാൽ ഇങ്ങനെ ഇവിടെയാണ് കൊടുത്തുകൊണ്ട് പുല്ലുള്ളത്. അവിടേക്ക് പോകും. ഇവിടെ പറയാൻ മാത്രം പുല്ലില്ലേ. കണ്ടോ നമുക്ക് ഗ്യാപ്പുകളൊക്കെ നമുക്ക് കാണാൻ പറ്റാവുന്ന രീതിയിലാണ്. ഇവിടെ കൊണ്ട് ഷർട്ട് ചെത്താനുണ്ട്. ഇന്നലേക്ക് ഷർട്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ ചെത്ത് വൃത്തിയാക്കിയതല്ലേ ഈ ഒരു തുണ്ട് ഭാഗം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടാണ് ഇതാ അമ്പ്രൂസോട്ടൊന്ന് നോക്കിയേ വന്നിട്ട് നിൽക്കണേ. പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മുടെ കൂർക്കയ്ക്കൊക്കെയും മറ്റേ വളം ഇടാറായിട്ടുണ്ട്. അപ്പോൾ അതായത് ഇടേണ്ട ടൈം ഇത്തിരി വൈകിപ്പോയി. കാരണം മഴ പെയ്യുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന കാരണം ഷർട്ടിന് മഴ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ നീണ്ടു പോയതാണ്. ഷായിട്ട് ഇത് എവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നു ഷായിട്ടന് വേറെ വല്ല ജോലിയൊന്നും ഇല്ലേന്ന്. കാരണം എപ്പോഴും പറമ്പിൽ കളിക്കണ കണ്ട കാരനായിരിക്കണം. പക്ഷേ ഷായിട്ടിൻ്റെ ജോലിയുണ്ട്. ഷായിട്ടിൻ്റെ സ്വർണ്ണപ്പണിയാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ വന്നിട്ട് ഇവിടെ വന്ന് കളിക്കണതൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ അങ്ങോട്ട് പോകാം നമുക്ക് ഷായിട്ടിൻ്റെ അടുത്തേക്ക്. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നോക്കിയേ കണ്ടോ നമ്മുടെ ചാമ്പക്കായ എപ്പോഴും ഉണ്ട്. പക്ഷേ ഈ സമയത്ത് നമ്മൾ പൊട്ടിച്ച് കഴിക്കില്ല കേട്ടോ. കണ്ട് ഇതേപോലെ ഇങ്ങനെ വെണ്ടിരിക്കും. അത് ഈ മഴയാകുമ്പോൾ വരുന്നതായിട്ട് നമ്മൾ പറയില്ലേ മഴക്കാലത്ത് ചീരലിക്കൊക്കെ ഇങ്ങനെ കേടുകൾ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വരുന്നതാണ്. ദേശമായിട്ട് ഇവിടെയായിട്ട് കളിക്കണേ. അതേ നോക്കിയേ ഇത്രയും ഭാഗത മതിൽ മുട്ടി. ഇനി ഇതാ ഇതേപോലെ തന്നെ ഇതാ അവിടെ കുറച്ചും കൂടി ഭാഗമുള്ളോട്ടാ മതിൽ മുട്ടിക്കാനായിട്ട് കുറേ ഭാഗമൊക്കെ ഷേട്ട കളച്ച്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായി. ഇപ്പോൾ ഇതേ അയ്യോ നമ്മുടെ ഈ പപ്പ ചെരിഞ്ഞൂല ഷേട്ടാ. അത് കൊണ്ടുവന്നിട്ട് വേണം. പക്ഷെ നമ്മൾ ചിലപ്പോ ഊണ് വെക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട്. നിലമുട്ടാത്ത രീതിയിലല്ലേ. നമ്മുടെ ഈ പപ്പായില്ലേ കണ്ട അടിയിലേക്ക് തൂങ്ങി കിടക്കുക ചെരിഞ്ഞപ്പോ. അത്യാവശ്യം നല്ല വലിപ്പുള്ള പപ്പായ ഏട്ടാ. നമ്മുടെ റെഡ് ലേഡി ഇനി ഏട്ടാ ഉണ്ട പപ്പായ കണ്ട. നമ്മളെ പേരക്കായ ഞാൻ പൊട്ടിക്കാനായിട്ട് ഇരിക്കുന്നു. അയ്യോ നോട്ട് ഷേട്ടാ കാണാനില്ല. അതായത് ഭംഗിയാട്ടെ ഈ പേരക്കായ കാണാനായിട്ട്. നമ്മുടെ ആപ്പിൾ ചാമ്പര പോലെ ശരിക്കും നോക്കിയേ കണ്ട. നമ്മുടെ ശരിക്കും ആപ്പിൾ ചാമ്പേനെ നമ്മുടെ
ഞാനിത് നമുക്ക് ആദ്യമായിട്ടല്ല ഇത് കിട്ടുന്നത്, അത് കാരണം ഇങ്ങനെ നോക്കുന്നതാ. 2-3 വീണ് പോയി. എപ്പോഴും പൊട്ടിക്കാന്ന് വിചാരിക്കും. എടുക്കണേ ഒക്കെ പഴുത്തിട്ട് വീണതാ. എന്തായാലും ഇന്ന് ടേസ്റ്റ് എൻ്റെ വായ കൊണ്ട് പറ്റാതെ അടിക്കട്ടെ ഞാൻ. സൂപ്പറാ അല്ലേ? ഷായിട്ടിന്റെ മുഖത്ത് മനസ്സിലായി എനിക്ക്. നല്ല രസമല്ലേ? കാര്യം നാടനല്ലേ, നമ്മൾ മേടിച്ച് തയ്യച്ചതല്ലോ. തന്നെ മുളച്ച് തന്നപ്പോഴേ നോക്കി അതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കിയില്ലേ? അടിപൊളി പേരെ കൈയാട്ടത്. നല്ല മാംസം, ഉള്ളിൽ കുറച്ച് കുരുള്ളൂ. എന്തായാലും ഇതിപ്പോൾ ഞങ്ങൾ തിന്നുന്നുണ്ട്, പക്ഷെ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് മുകളിൽ നിൽക്കുന്നുണ്ട്. 2 എണ്ണം പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പം അത് പൊട്ടിച്ചിട്ട് പോകാം അല്ലെ? പോകുമ്പോൾ പൊട്ടിക്കാം. നല്ല വലുപ്പം വരുന്നുണ്ട്. നല്ല വലുപ്പുണ്ട്. സൂപ്പർ തിന്നു തുടങ്ങുമ്പോഴേ പിന്നെ പരിസരമൊക്കെ മറക്കാം. നമ്മുടെ ഈ കൂർക്കയ്ക്കാണ് ഇന്ന് നമ്മൾ വളർന്നത്. അപ്പോൾ ഈ കൂർക്കയുടെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട്, അതൊക്കെ ആദ്യം വലിച്ച് കളയട്ടെ. അതല്ലെങ്കിൽ നമ്മൾ വലുത് ഇട്ട് കൊടുക്കുമ്പോഴേ കൂർക്ക അവിടെ നിൽക്കും, എന്നിട്ട് പുല്ലായിരിക്കും വളരുക. നമ്മളേ ഈ കൂർക്കയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, വളരുള്ള ശരിക്കും ടൈം കഴിഞ്ഞു. കൂർക്ക ഇങ്ങനെ വീണു തുടങ്ങി. ഇങ്ങനെ വീടിനേക്കാളും മുന്നേ തന്നെ വേഗം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഈ ഇങ്ങനെ ചാല് കണ്ടേ, ഈ ചാലിലൊക്കെ വെള്ളം നിൽക്കായിരുന്നു. അപ്പോൾ ഷൈറ്റിന് മണ്ണിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇത്തിരി വൈകിപ്പോയത്. ഇങ്ങനത്തെ പുല്ലുകൾ പിന്നെ വലിക്കാൻ സുഖമായിരിക്കും കേട്ടോ, അധികം ബുദ്ധിമുട്ടില്ലാത്ത സൈസ് പുല്ല. മറ്റേ കറുക പോലത്തെ പുല്ലുണ്ട്, ആ പുല്ലാണ് വലിക്കാനായിട്ട് ബുദ്ധിമുട്ട്. പേളിക്കുട്ടീനെ എല്ലാവരും അന്വേഷിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. എല്ലാ വീഡിയോയിലും പേളിക്കുട്ടി ആയിരിക്കും ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടാവുക. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പേളിക്കുട്ടീനെ കാണാണ്ടാവുമ്പോൾ എത്ര പേരെ ചോദിച്ചേ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ പേളിക്കുട്ടീനെയും മക്കളെ അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു നമ്മുടെ കൂടെ ആരൊക്കെ ഉള്ള പോലെ തോന്നുന്നു നമുക്ക് ആ സമയത്ത്. അപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഒന്നുകൂടി പറയാം. പേളിക്കുട്ടീനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവരാണ്ടാണ്. കാരണം അവൾ മോൻ്റെ കൂടെ കളിക്കായിരുന്നു. അവൾ കാണാണ്ടാണ് ഞാൻ ഷൈഡിനാന്ന് പറമ്പിരിക്കിട്ട് പോകുന്നത്. അതിൻ്റെ പേര് ഭയങ്കര സങ്കടമായിരുന്നു. ഇവിടുന്ന് പൂമ്പിക്ക് വേണ്ടി നമ്മളെ കണ്ടപ്പോഴേ ജാതി പലക്ക പോയി കാണിക്കവള്. ഒരു പിടി പുല്ല കിട്ടിയ. അപ്പോൾ ദേ നമ്മുടെ കൂർക്കയുടെ വലിയ കടത്തൊടാതെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒതുക്കി പിടിക്കും കേട്ടാ. അപ്പോൾ നമ്മൾ ഈ കൂർക്കയിൽ ഇട്ട് കൊടുക്കണമെന്ന് എന്നിട്ടാ അറിയോ? ഇപ്പം ഇട്ട് കൊടുക്കണ വളം വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക്. അപ്പോൾ 4 കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതായത് വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, ആട്ടുംകാട്ടം. ഈ 4 സാധനങ്ങൾ ഓരോ അളവിലാണ് നമ്മൾ എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കട തൊടാതെ ഇട്ട് കൊടുക്കാം.
പേളിക്കുട്ടിയെ എൻ്റെ മോളവിടെ കിടന്നൊരു ഉറക്കം ഇറങ്ങി നോക്കോ. അപ്പോഴേക്കൊക്കെ നമുക്ക് പോവാറാവുള്ളൂ ഇവിടുന്ന്. ഷായിട്ടേ എൻ്റെ ഈ തടത്തിലത്തെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഷായിട്ടിന് ഇവിടെ വന്ന് മണ്ണിട്ടോ. അപ്പോൾ ഒരു തടത്തിലത്തെ കഴിയുമ്പോഴേ ഷായിട്ടിനത് വേഗം മണ്ണിടാം. അപ്പോഴേക്കും എൻ്റെ അപ്പുറത്തെ ഇട്ട് കഴിയും. ചില വേഗം ഇടണം, മഴ വരാനുള്ള പരിപാടി ഉണ്ട്. ചെറിയ തൂളിച്ചുണ്ട് ഷായിട്ട. ചെറിയ കാറ്റത്തെ ഓരോ തൂളലുകൾ വന്ന് വീഴുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ വിചാരിച്ചിട്ടാ വന്നിരിക്കണേ. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ എൻ്റെ ഇടല് കഴിഞ്ഞു. ഞാൻ മറ്റേ തെളിച്ചു കൊടുക്കാലോ. ചെയ്തോ. അപ്പോഴേക്കും എൻ്റെ അത് കഴിക്കാം, 2 പണി ഒപ്പം കഴിക്കാം. മഴ വരുന്നേ വേഗം ചെയ്യട്ടെ. നമ്മുടെ എന്താ പറയാ, പൂവും കായ അതന്നെ പൂവും കായൊക്കെ ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മുടെ എനിക്കൊന്നിന്റെ പേരുകൾ അങ്ങനെ ഓർമ്മയില്ല വരില്ല. ഇവിടെ പീച്ചിങ്ങി അതുപോലെ നമ്മുടെ പടവലിക്കൊക്കെ പടർന്നു. അതെ, ചാളിയും ശർക്കരയും കൂടിയിട്ടുള്ളത് ജീവാമൃതം. അപ്പൊ അതൊന്ന് തളിച്ചു കൊടുക്കണം. മഴ വരുന്ന കാരണം തളിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും തളിച്ചു കൊടുക്കാൻ നമുക്കൊരു സമാധാനത്തിന്. നമ്മള് ചെയ്യേണ്ടത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക, ഫലം തരേണ്ടത് പ്രകൃതിയാ. നമ്മുടെ ഈ മണ്ണിട്ട് കഴിഞ്ഞിട്ടില്ലേ മഴ കിട്ടുകയാണെങ്കിലേ അടിപൊളിയാ. ശരിക്കും കിട്ടും ഇവർക്ക് വളം പെട്ടെന്ന് തന്നെ. ഇനി ഞാനേ നമ്മുടെ പീച്ചിക്കൊക്കെ ഉള്ളത് വേഗം തളിച്ചു കൊടുക്കട്ടെ. മഴ പെയ്യിപ്പിക്കും, അല്ലെങ്കിൽ മഴ പെയ്തിട്ട് തളിച്ചിട്ട് ഒരു ഗുണവുമില്ല. പോയി തളിക്കട്ടെ. ഇതാണ് നമ്മുടെ ശർക്കരയും ചാളയും കൂടി ആക്കി വെച്ചിട്ടുള്ളത് കേട്ടത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു പാത്രം നിറച്ചാക്കി വെച്ചതാ. പക്ഷെ ഇത് ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ നാളത്തേക്കേ. കാരണം 1 ലിറ്റർ വെള്ളത്തിലേക്ക് 5 മില്ലിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ പിന്നെ അറിയാലോ എന്തോരം നടത്തിക്ക് ഉണ്ടാവാന്ന്. ഇതേപോലെ തന്നെ നമ്മൾ അവിടുത്തെ വീട്ടിലത്തെ പറമ്പിലും ഇതേപോലെ ഒരു ചെപ്പാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2 സ്ഥലത്തേക്കും കൊണ്ട് നടക്കണ്ടല്ലോ. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അരിപ്പ അല്ലെങ്കിൽ തുണി തന്നെ വെച്ചിട്ട് അതിലേക്ക് ആക്കിയിട്ട് വേണം ഇത് സ്പ്രേ ചെയ്യണ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഇപ്പോൾ സ്പ്രേ ചെയ്യല്ല, നേരെ ഇതാ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇതാ ഒരു 5 മില്ലി ഇതിലേക്ക് ഒഴിക്കും. ഇപ്പം ഞാൻ 2 ലിറ്റർ എടുത്തിട്ടുണ്ട്, അത് കാരണം എനിക്ക് 10 മില്ലി ഞാൻ ഒഴിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ഉദ്ദേശം അറിയാം, ആ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ ചെയ്യണേ. ശർക്കരയും ചാളയാണെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ സ്മെല്ല് എന്ത് സ്മെല്ല് ആയിരിക്കും എന്നറിയും. കശുമാങ്ങയില്ലേ, നല്ല പഴുത്ത കശുമാങ്ങ, അതിൻ്റെ സ്മെല്ലാണ് ഉണ്ടാവുക കേട്ടോ. നമുക്ക് തളിച്ചു കൊടുക്കാം. ഞാൻ തളിക്കണത് നമ്മുടെ വാഴയില കണ്ടോ, ഇതുകൊണ്ടാണ് തളിക്കണേ. അപ്പോൾ നമുക്ക് തളിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് തളിക്കുക. എങ്ങനെ അതെ, എനിക്ക് ഇതുകൊണ്ടാകുമ്പോഴേ നല്ല വേഗം കഴിയണ പോലെ തോന്നുന്നു. അതാണ് ഞാൻ ഇതുകൊണ്ടാക്കണേ കേട്ടാ. പിന്നെ നമുക്ക് കുറച്ച് കൂടുതലുണ്ടല്ലോ, അപ്പോൾ ഒരു ബക്കറ്റിൽ ഇങ്ങനെ എടുത്താൽ അങ്ങനെ തളിച്ചു കൊടുക്കാം. അമ്മോ നോക്കിയൊരു പുഴു ഇരിക്കണേ, ഒരു പുഴു.
ഞാൻ തെളിക്കുമ്പോ എപ്പോഴും ഇലയുടെ അടിയിലേക്കല്ല തെളിക്കണേ. അപ്പൊ നോക്കി തന്നെ ഇലയുടെ കളർ കണ്ട ഇതെങ്ങനെ തിരിച്ചറിയാ. എന്തായാലും ഇല അങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റിൽ ചോദിച്ചു, ഇതെന്താ പീച്ചിങ്ങയുടെ ഇലയ്ക്കൊക്കെ നിറച്ച് ഓട്ടാണ്, നമ്മൾ കവചെല്ലാം തളിച്ചു കൊടുക്കണേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കവച് തളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കവച് തളിച്ച് ഇപ്പം ഇതാ നമുക്കറിയാം ഇപ്പം മഴയില്ല, പക്ഷെ നമ്മൾ ഈ കവച് തളിച്ച് വീട് എത്തുമ്പോഴേക്കും അടുത്ത മഴ പെയ്യും. അപ്പോൾ ഈ തളിച്ചതിനൊന്നും ഒരു ഗുണമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ തളിച്ച് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടകൾ. വേനൽക്കാലത്ത് നമുക്ക് കവച് തളിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം ഒരു കേടുണ്ടാവാറില്ല, കവച് മാത്രം മതി നമുക്ക് നല്ല വിളവ് കിട്ടാനായിട്ട്. പക്ഷെ വർഷക്കാലത്ത് ഇപ്പം ഇങ്ങനെ തളിച്ചു കൊടുത്ത് നിർത്താൻ തന്നെ പറ്റുള്ളൂ. അപ്പം എന്താണെങ്കിൽ എന്തായാലും കീടങ്ങളുടെ ശല്യം വരും വർഷകാലത്ത്. നമ്മൾ കവച് എന്താ പറയുക, വെറും ജൈവമായതല്ലേ. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കണം, അതെന്തായാലും നമ്മൾ ഉപയോഗിക്കില്ല. അങ്ങനത്തെ മരുന്ന് ഉപയോഗിക്കുന്നിടത്ത് വേണമെങ്കിൽ ഒരു വട്ടം അടിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു കളർ നിൽക്കും. അത് പക്ഷെ നമ്മൾ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഓട്ടകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതാ കണ്ട പുഴു ഇരിക്കുന്നതൊക്കെ പുഴുവിന് പോലും ബുദ്ധി. ഞാൻ മാക്സിമം ഇലയുടെ അടിയിലേക്ക് ആവാനാണ് തളിച്ചു കൊടുക്കണത്. പക്ഷെ അവർ മുകളിൽ കയറി ഇരിക്കണേ. അപ്പോൾ കൊന്നുകളയട്ടെ. അവളുടെ കളി നോക്ക്, നാളികേരം എടുത്തിട്ടാ പോയി. ഇങ്ങനെ ഒരു വികൃതി കുട്ടി. ഇപ്പൊ പോരാറായിട്ടില്ല, എനിക്ക് കുറച്ചുകൂടി കഴിയണം വെളിക്കുട്ടിയെ. നീ പൊക്ക വീട്ടിയെ. മാവിൻ്റെ മുകളിലേക്ക് വരെ കയറി പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പൊക്കോട്ടെ എന്ന് വെച്ചു. എന്തോരം മുകളിലേക്ക് എത്തിയേ. ഇനി നമ്മുടെ എന്താ പറയുക, പടവലങ്ങ അതിനും കൂടി തെളിച്ചു കൊടുക്കണം. വർഷക്കാലത്ത് പോലും കവച് തോറ്റു പോകുന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ പടവലം. കണ്ട, ഒരു രക്ഷയില്ല. ദിവസം വന്നിട്ട് കവച് നമ്മൾ തളിക്കുകയാണ്, എന്നിട്ടും രക്ഷയില്ലാണ്ട് നിൽക്കണേ. എന്തോരം ഇലയിൽ ഉള്ളി കളയലെന്നറിയാം. ഇതും ഒരു സൈസ് ഒരു ഇപ്പം ഞാൻ അവിടെ കട്ടിയെന്നില്ലേ, ആ പുഴു വേറൊരു ടൈപ്പ്. ഇതുമത്തെ പുഴു ഇങ്ങനെ ചുളിഞ്ഞിരിക്കും. അതായത് ഇതിൻ്റെ സ്പ്രിങ് ഇല്ലേ, ഈ സ്പ്രിങ് പിടിക്കുന്നത്, ഈ സ്പ്രിങ്ങിൻ്റെ പോലെയാണ് ഇത് ഈ നമ്മുടെ ഈ പടവലത്തുമ്പോൾ വരുന്ന പുഴു. ഒരു രക്ഷയില്ല. കവച് തളിച്ചു കൊടുത്തിട്ടു. ഇനി നമ്മുടെ പുകയില കഷായം ഒന്ന് ശ്രമിച്ചു നോക്കണമെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മണം കൂടുതൽ ദിവസം നിൽക്കുമെന്നുള്ളതേ. പിന്നെ ഇതൊക്കെ തളിച്ച് കഴിഞ്ഞാലേ ചെന്ന് വേഗം കുളിക്കാം, അങ്ങനെയുണ്ട്. പക്ഷെ എനിക്കിത് കഴിഞ്ഞാലും വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഒക്കെ. കഴിഞ്ഞു. ഇനി ഷായേട്ടനോട് പറഞ്ഞിട്ട് ആ പേരക്കായ പൊട്ടിച്ചിട്ട് വേണം പോവാൻ. ഷായേട്ടൻ മണ്ണിട്ട് കാട്ടിയരാട്ടാ. ഷായേട്ടൻ്റെ മണ്ണിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. പേളിക്കുട്ടി, സുന്ദരിമണി, ചക്രക്കുട്ടി, പഞ്ചാരമണി, ഇത്രയും വിളിച്ചാൽ മതി എൻ്റെ മോളെ. പോവാൻ തരുത്തിയോ? ഷായേട്ടൻ അവിടെ കളിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് വന്നു. എന്താ ചെയ്യണേന്ന്? എന്താ കൊതുക് കടിച്ചോ? പേളിക്കുട്ടീനെ കൊതുക് കടിച്ചോ? കൊതുക് കടിച്ചു. പൊട്ട മണം എൻ്റെ കൈ, ചാലര മണം. നീ മീമി ചോദിക്കും. അപ്പം നോക്കിയേ, ഷായേട്ടൻ്റെ നോക്കിയാൽ എൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഷായേട്ടൻ്റെ കൂർക്കാക്കി മണ്ണിടൽ കഴിഞ്ഞു. കൂർക്കത്തലയ്ക്ക് മണ്ണിടൽ കഴിഞ്ഞു. കൈ കൊണ്ട് തൊട്ടില്ല, അതാണ് കൈക്കോട്ടോണ്ട് തന്നെ ഇതാക്കിയിടാവുന്നുള്ള. ശരിക്കും ഇങ്ങനെ ഇത് ഇത്തിരി ചെറുതാണ്, ഭയങ്കര ഈസിയാ, കുഴപ്പമില്ല. കണ്ടോ, നല്ലൊരു എന്താ പറയാ, നല്ല ലേയൻ പോലെയാണ് ഷേട്ട് ഇങ്ങനെ മണ്ണിട്ട് വരുമ്പോട്ടാ.
കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കൂർക്ക നന്നായിട്ട് ഉണ്ടായി കിട്ടാറുണ്ട് കേട്ടാ. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് കൂർക്ക നന്നായി ഉണ്ടായി കിട്ടാറുള്ളത്. അപ്പോൾ ആരെങ്കിലും കൂർക്ക നട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തോ, വേറെ ഒന്നും ചെയ്യണ്ട, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറുക്കത്തിൽ നന്നായിട്ട് അങ്ങോട്ട് വാഞ്ഞ് വലുതാവും അല്ലേ ചേട്ടാ? വാച്ചിൽ വരും എന്ന് പറയും. വാച്ചിൽ വരും. ഇങ്ങനത്തെ പേരുകളൊക്കെ എനിക്ക് അല്ല നല്ല മാതിരി തഴച്ചു വളരുന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില ഭാഷകളുണ്ടല്ലോ, അതാണ്. എനിക്ക് എന്താ പറയുക, ഫ്രഷ് കൂർക്കൊക്കെ ഞാൻ കഴിച്ചു തുടങ്ങിയത് ഇവിടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം കേട്ടാ. വീട്ടിൽ അച്ഛന് കൂർക്ക, ചേമ്പ്, മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കുറേ മേടിച്ച് അച്ഛൻ എന്താ പറയുക സ്റ്റോക്ക് ചെയ്യണ പോലെ ആ ഒരു സമയമായിട്ടുണ്ടെങ്കിൽ വെക്കും. പക്ഷേ കൂർക്ക ഉണ്ടായി നിൽക്കണത് ഒക്കെയും കണ്ടിട്ടുള്ളത് ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്താണ്. അന്ന് ഇതേപോലെ ഇത്ര വീടുകളൊന്നും ഇല്ലല്ലോ. അപ്പം അത്രയും ഏരിയ നിറച്ച് പയറ്, കൂർക്ക ഒക്കെ വയ്ക്കും. അമ്മയും അമ്മയും മക്കളൊക്കെ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ കേട്ടാ ചെയ്യാനായിട്ട് നിൽക്കുക. അന്ന് പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ടെന്നുണ്ടെന്നറിയോ, അവിടെ മറ്റേ കിണറ്റിന്ന് വെള്ളം ചാട് ഒരു ടാങ്കിലിരിക്കുക അല്ലേ, എന്നിട്ട് പറയേട്ടാ അങ്ങനെ കേട്ടാ. അപ്പൊ ഇങ്ങനെ ശക്തിയിലൊരു വെള്ളം വരിക. അപ്പൊ അമ്മ കൂർക്ക പറിച്ചു കൊണ്ടിട്ടേ ആ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സഞ്ചിരൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കാക്കൂര കാലോണ്ട് 2 ചവിട്ടൊക്കെ ചവിട്ടും സഞ്ചിര മുകളിൽ. എന്നിട്ട് അത് നമ്മൾ കഴുകിയെടുക്കുമ്പോഴില്ലേ അത് കിളിപ്പച്ച കളർ പോലത്തെ കൂർക്ക മണികൾ, കുഞ്ഞു കുഞ്ഞു മണികൾ, അതായത് വെള്ളയും പച്ചയും കൂട്ടിയിട്ടായിരിക്കും 2 സൈഡ്. വലിയ കൊട്ടയിലാണ് പറിച്ചുകൊണ്ട് മണോ നല്ല രസമല്ലത്. എന്നിട്ട് അതിങ്ങനെ കഴിക്കുക. അത് കുറേ പേരല്ലേ. അപ്പോ ഒരു സംഭവം, അന്നത്തെ കാര്യമൊക്കെ ഭയങ്കര സംഭവമാട്ടാ. കാരണം ഇത്ര അധികം കൂടുതലല്ല വെയില്, അതാണ്. അതെ, അതേപോലെ പയറൊക്കെ ബക്കറ്റിലാണ് പൊട്ടിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ട് നന്നാക്കായിരിക്കും എല്ലാവരും കൂടിയിട്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മണം വരുന്നത് നമ്മുടെ ആ കൂർക്ക പറിച്ച് ആ കഴുകുമ്പോൾ ആ ഒരു മണം വരുമ്പോൾ എനിക്ക് നമ്മുടെ എപ്പോഴും ഓർമ്മ പോകാൻ അന്നത്തെയാണ്. കാരണം അന്ന് നമ്മൾ ആ ഫസ്റ്റ് മണം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ വന്നിട്ടാണ്. കൂർക്കയിലത്തെ ഒരു മണം കിട്ടിയിട്ടുള്ളത്. അച്ഛനൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ കൂർക്ക എന്ന് പറയുന്നത് നാടൻ കുറുക്കൊന്നും ആവണമെന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് കൂർക്കൊക്കെ ഇത്ര ഒരു മണമുണ്ട്, അത് കഴുകുമ്പോൾ ഇത്ര മണമുണ്ട്, അല്ലെങ്കിൽ കറി വയ്ക്കുമ്പോൾ ഇത്ര നല്ലൊരു മണമൊക്കെ വരുന്നത് ഒക്കെ അറിഞ്ഞത് ആ സമയത്താണ്. പിന്നെ കയ്യോടെ പറിക്കല്ലേ, അതാണ് മാറ്റം. കയ്യോടെ ജീവനുള്ള കൂർക്കാന്ന് പറയില്ലേ, കയ്യോടെ കൊണ്ടുപോയില്ലേ, അങ്ങനെയുള്ള മാറ്റങ്ങൾ. മറ്റത് പീടികയിൽ കുറെ ദിവസം ഇരിക്കും ചിലപ്പോ, അങ്ങനെയൊക്കെയല്ലേ. അത് കാരണം ഉണ്ടല്ലോ, നമുക്ക് കൂർക്ക നമ്മളവിടെ നട്ട് ഉണ്ടായി ആ കഴിക്കണത് വെച്ചാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് കൂർക്ക മേടിച്ച് കഴിക്കാനേ തോന്നില്ല കേട്ടോ. ആഗ്രഹം വരാറില്ല. നമ്മുടെ കൂർക്ക എപ്പോഴും ഉണ്ടായി കിട്ടണം, അപ്പം പിന്നെ അതേപോലെ പയർ എപ്പോഴും ഉണ്ടായി കിട്ടണം, അപ്പം കഴിക്കാം. നമുക്ക് നോക്കിയാൽ കൂർക്കയ്ക്ക് മണ്ണിടാനൊക്കെ പറ്റി, മഴ നമ്മളെ സഹായിച്ചു. ഇനി എന്നിട്ടാണെന്നറിയോ, പേരക്കായ പൊട്ടിച്ച് നമുക്ക് പോകാം വേഗം. എന്നിട്ട് വേറെ കാര്യങ്ങളുണ്ട്. കുട്ടിപ്പട്ടണങ്ങളവിടെ നോക്കിയിരിക്കുന്ന പാവങ്ങള്. പേടിക്കുട്ടി ഇടയ്ക്കിടയ്ക്കില്ലേ ഇവിടെ വന്നാലും ഇല്ലേ ഇപ്പം ഇങ്ങോട്ട് ഓടിയിട്ട് അവള് ഇല്ലില്ലേ അതേ കിടക്കണ്. അവൾക്ക് മനസ്സിലായി നമ്മുടെ കഥ തുടങ്ങിയപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇപ്പോഴും തീരില്ല തോന്നുന്നുണ്ടെന്ന്. നോക്കി കിടക്കണേ, കണ്ടോ കിടക്കണേ. സൂപ്പർ പോവാ പേളിക്കുട്ടിയെ, വാ. എന്തോ മുന്നിലുള്ള സ്പീഡിലുള്ള പോക്ക്. ഞാനേ വേഗം അടിക്കാൻ വേണ്ടി നിന്നു. നല്ല മഴ വരുന്നുണ്ട്. അടിച്ച് മുഴുവനാക്കാൻ പറ്റുമെന്ന് അറിയില്ല. മിക്കപ്പോഴും അടിച്ച് ഇതേപോലെ കൂട്ടി വയ്ക്കും, വാരാൻ കിട്ടില്ല, മഴ പെയ്യും. പിറ്റേ ദിവസം വരും, അപ്പോഴും മഴ പെയ്യും. മഴ തൂളി തുടങ്ങിയിട്ടാ. ഇവിടെ നമുക്ക് വൃക്ഷങ്ങളൊക്കെ ഉള്ള കാരണം അടിയിലേക്ക് എത്തിയിട്ടില്ല. പെയ്തു. അപ്പൊ ഇന്നത്തെ അടിച്ച് വെള്ളം നിൽക്കും. പിന്നെ ഈ ടൈലുമ്പത്തൊന്നും നമുക്ക് മോട്ടർ അടിച്ച് കഴുകാനേ പറ്റുള്ളൂ. ഞാനേ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ
റൂം തുടക്കാൻ പോവാ. അവർക്ക് രാത്രി കിടക്കാനേ ചാക്ക് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ തണുപ്പ് കൂടില്ലേ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ റൂം വൃത്തിയാക്കാൻ തുടങ്ങിയ അവരും കൂടി ആദ്യം ഓടിക്കയറും. എന്താണാവോ ഇവിടെ അമ്മ കാര്യമായിട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ള പോലെ. ഈ മാറാലില്ലേ നമ്മളിപ്പോ ഒന്ന് അടിച്ചു കൊടുത്തു, പിറ്റേ ദിവസം നോക്കുമ്പോഴേക്കും കാണാൻ മാറാല് പിടിച്ചിട്ടുണ്ടാവും. ഫ്ലാറ്റിന് മോനെ മെസ്സിക്കുട്ടാ, കല്യാണി ഇതൊക്കെ അടിച്ച് കളയട്ടെ അമ്മ. ചെല്ല നല്ല കുട്ടികളായിട്ട് ഇറങ്ങിന്നെ. നമ്മളെന്തെങ്കിലും പണിയെടുക്കുമ്പോഴേ നമ്മുടെ അടുത്ത് ചുറ്റി പറ്റി നിൽക്കണം. അവർക്ക് അതാണ് അവരുടെ ഒരു സ്വഭാവം. നീങ്ങ നെയ്മർക്കുട്ടി നല്ലൊരു സുന്ദരനല്ലേ? നീ ഇക്കട ചക്കര. അത് ഇങ്ങനെ വോൾട്ട് മോൻ ഇറങ്ങണില്ലേ? എൻ്റെ മോൻ്റെ റൂം തുടച്ച് ശരിയാക്കി തരണ്ടേ? ഫ്ലാറ്റിന് കൂട്ടാ പിന്നെ മോളിൽ കയറി കിടന്നു. അത് സുന്ദര മോളിൽ കയറി കിടന്നു. റൊണാൾഡോ ഫോൺ വന്നതിൻ്റെ ഉള്ളിലേക്ക് എന്ത് പണി ചെയ്യല ഒപ്പം നിൽക്കണല്ലേ എൻ്റെ മക്കൾക്ക്. പൊന്നെ അങ്ങോട്ട് ഇറങ്ങണ്ട. റൊണാൾഡോ ഇറങ്ങണുണ്ടോ? അങ്ങനെ നീക്ക് അങ്ങനെ. ഇനി നമ്മളെ കുട്ടിപ്പട്ടാളങ്ങളുടെ പാത്രങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോഴേക്ക് അടുത്ത മഴയും കൂടി വരും. എല്ലാവരും അവിടെ പോയി കിടന്നോട്ടെ അത് പറഞ്ഞോട്ടെ. അപ്പൊ നോക്കി എല്ലാവരും അവിടെ പോയി കിടക്കുക. ഞാനൊരു വിളിക്കേണ്ട താമസമുള്ള എല്ലാവരും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാ. അങ്ങോട്ട് നോക്കി കിടക്കുക ഞാൻ എപ്പോഴാണ് വിളിക്കണേന്നുള്ളത് നോക്കിയിട്ട്. മഴ പെയ്തതോടു കൂടി ഇവിടെ ഇന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചത് അതും നടന്നില്ല. കാരണം ഇലകൾ പറ്റി പിടിച്ചിരിക്കല്ലേ. മോട്ടർ അടിച്ച് പിന്നെ ഇങ്ങനെ ആക്കിയാൽ കുറേ പൂവായിരിക്കും. പക്ഷെ ഒന്ന് നല്ല വെയിൽ കണ്ടു കഴിഞ്ഞാൽ അടിക്കാനാണെങ്കിൽ നല്ല സുഖമാണ്. ഇനി ഇന്ന് നടക്കില്ല കേട്ടോ അവിടെ അടിക്കില്ലേ. അമ്മയുടെ കുട്ടികളി നല്ല മക്കളായിട്ടിരുന്നല്ലോ അമ്മ പറഞ്ഞത് കേട്ടിട്ട്. നമ്മള് കുട്ടിപ്പട്ടാങ്ങൾക്ക് ചാക്കുണ്ടല്ലോ നല്ല ഭംഗിയിൽ വിരിച്ചിട്ട് കൊടുക്കൂട്ടാ. പക്ഷെ അവരുണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടി കൂട്ടിങ്ങനെ എടുക്കും. നമ്മൾ കുട്ടികൾക്കൊക്കെ പപ്പടം എടുക്കുമ്പോൾ കുട്ടികൾ കണ്ടില്ലേ പപ്പൊക്കെ ചുരുട്ടി കൂട്ടിങ്ങനെ വയ്ക്കും. അതേപോലെ മാക്സിമം എത്ര ചാക്ക് ഓരോരുത്തർക്ക് കിട്ടും അതേപോലെ വലിച്ചു വെച്ച് കൊടുക്കും. നോക്കി പ്ലാറ്റിനി പോലൊക്കെ 2 ചാക്ക് ചുരുട്ടി പിടിച്ചോളെ. ഇതെവിടുന്ന് ചാക്ക് കിട്ടിയില്ല. അത് മറന്നോണമോ നോക്കി. നമുക്കുണ്ടല്ലോ ഹായ് പറയാനും അതേപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാനും ഉണ്ട് കേട്ടാ.
ജോളി ഡേവിസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ജൂലൈ 31. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ജോളി ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഗീതാനാരായണൻ്റെ മരുമകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 26. അപ്പോൾ ജൂലൈ 26 ബർത്ത്ഡേ ആഘോഷിച്ച ഗീതേച്ചിയുടെ മരുമകന് ഹാപ്പി ബർത്ത്ഡേ. ജസീറയുടെ മകൾ സനയുടെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 2. അപ്പോൾ ആഗസ്റ്റ് 2 ബർത്ത്ഡേ ആഘോഷിക്കുന്ന സനയക്കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ. ഇനി നമുക്ക് ഹായ് പറയാട്ടാ. സുമതി സുബ്രഹ്മണ്യൻ, ഹായ് സുമിതേച്ചി. സീന സതീശൻ, ഹായ് സീനേച്ചി. സുമ ബാലകൃഷ്ണൻ്റെ ചേട്ടൻ്റെ മകൻ്റെ കുട്ടികൾക്കാണ് നമ്മൾ ഹായ് പറയണേ. ഇരട്ട കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആൻറ്റിയുടെ ഹായ്. സൈറ, ഹായ് സൈറ. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടാ. വായോട്ടാ. ഇന്ന് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ നേരം വൈകിട്ടാ. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയം പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴും സൂപ്പർ ഫുഡ് ആയാലും കുഴപ്പമില്ല. ഞാൻ ചാളക്കറി എടുത്തിട്ടില്ല, ചേട്ടൻ ചാളക്കറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കടലക്കറി ഞാൻ പറയില്ലേ ദോശയിലേക്ക് ഉണ്ടാക്കിയിട്ട് അത്, പിന്നെ നമ്മുടെ കയ്പക്കായ കൊണ്ടാട്ടം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ യൂണിക് ഫാമിലി 2.0 ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ചമ്മന്തിപ്പൊടി കേട്ടാ. ഞാൻ അതിൽ പറഞ്ഞത് ഒരാഴ്ച പുറത്ത് വയ്ക്കുക, ബാക്കിയുള്ള ടൈം ഫ്രിഡ്ജിൽ കയറ്റാനാണ് പറഞ്ഞത്. ഞാൻ പക്ഷെ ഒരു പരീക്ഷണത്തിന് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിലെ ചെമ്മീൻ പൊടി കഴിഞ്ഞു, മറ്റേതും കഴിഞ്ഞു എന്നെടുത്തിട്ട് മറ്റേ ചമ്മന്തിപ്പൊടി പുറത്ത് തന്നെ വെച്ചു. എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇത് 2 ആഴ്ചയൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ. ഇപ്പോഴൊരു കേടൊന്നുമില്ല ചേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അതേ മോൻ്റെ ഫ്രണ്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയുക, അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പം എനിക്ക് തോന്നി നമുക്ക് വെള്ളയപ്പം അതേപോലെ തന്നെ ചിക്കൻ വറുത്തിട്ട് ഒരു കറി കൂടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളയപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കറി മാത്രം ഞാൻ ഇപ്പോൾ വെക്കണമല്ലോ. വെളിച്ചെണ്ണയ്ക്ക് വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഏലക്കായ്ക്കും അതേപോലെ തന്നെ കറുകപ്പട്ടയ്ക്ക് ഇട്ട് കൊടുത്ത്, പിന്നെ സബോളയ്ക്ക് ഇട്ട് കൊടുത്ത്, സബോളയ്ക്ക് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പിലേക്ക് ഇട്ട് കൊടുത്ത്, അതേപോലെ തന്നെ അതിലത്തെ പച്ചക്കുത്തൊക്കെ പോയി കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും കേട്ടോ. എന്നിട്ട് പൊടികളിലത്തെ ഒരു പച്ചക്കുത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ തക്കാളിയും സബോളയും കൂടിയിട്ടുള്ള പേസ്റ്റാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും, നന്നായി തിളച്ചിട്ട് ആ സമയത്താണ് നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ ചിക്കനും അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അതിലും ഒരു എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. നല്ല ഗ്രേവിയോട് അടക്കമുള്ള ഒരു കറിയാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ ചപ്പാത്തിയിലേക്ക് വെള്ളപ്പത്തിലേക്ക് ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. കണ്ടോ, ഇതേപോലെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും. നമുക്കിവിടെ അടുത്ത് ഒരു വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ വെള്ളപ്പം. നല്ല സോഫ്റ്റ് വെള്ളപ്പായിരിക്കും ചേച്ചിയുടെ. കുട്ടികൾക്ക് കൊടുക്കട്ടെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് പുതിയ ലോക്കറ്റ് പണിതു. അപ്പോൾ അതെന്താ കാരണം എന്ന് പറയുമ്പോൾ പുതിയ ലോക്കറ്റ് പണിയാനായിട്ട് നമ്മുടെ ഫ്ലാറ്റിനെ കൂടെ ഒരു പേടി കലർന്ന കാര്യം വേണ്ടായിരുന്നില്ലേ. ആ പേടി അന്ന് വന്നതിന് ശേഷം അവനുണ്ടല്ലോ, നമ്മളകത്ത് കണ്ടില്ലെങ്കിൽ അവൻ നമ്മുടെ കറുപ്പുറച്ചിട്ട് അവിടെ നല്ല ഹൈറ്റ് കുറവാണ്, അവർക്ക് സുഖമായിട്ട് കിടക്കാൻ അവൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് ചാടും അവൻ. എന്നിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന പണി. അപ്പോൾ അങ്ങനെയായപ്പോൾ ഞങ്ങൾക്കൊരു പേടി. നമ്മുടെ ഗേറ്റ് ആണെങ്കിൽ ഇപ്പോഴും നമ്മൾ അടച്ചിടില്ല. വല്ല ഇതിനും അവൻ പെട്ടെന്ന് ഗേറ്റ് കടന്ന് പോയാൽ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് പുറത്തായിട്ടൊരു ബന്ധമില്ലല്ലോ, അപ്പോൾ ആകെ ഓടി നടക്കും. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയൊരു ലോക്കറ്റാക്കി. പഴയത് ഇങ്ങനത്തെ ആയിരുന്നു. ഇപ്പം ലോക്കറ്റ് ഇതേ പേരാക്കി അതിൻ്റെ പുറകിൽ ഇതേണ്ട നമ്മുടെ ഒരു ഫോൺ നമ്പറും യൂണിക് ഫാമിലിന്ന്, അതായത് വല്ലവരും പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും തരത്തില്ല നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് പോവില്ല, പക്ഷെ എങ്കിലും ചാടിയ അവരെ പറയാൻ പറ്റില്ല, കുട്ടികളല്ലേ. പിന്നെ നമ്മുടെ എന്താ പറയുക, പേളിക്കുട്ടിക്കും ഒരു ലോക്കറ്റ് പണിതു കേട്ടോ. കാരണം പേളിക്കുട്ടി എന്നിട്ടെന്നറിയോ, ഞാൻ വണ്ടിയമ്മ കയറി പോണ് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ ആയിരത്തിൻ്റെ മക്കളെ പോണ് കണ്ട ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഞാനാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഒപ്പം പിന്നാലെ ഓടി വരും. പിന്നാലെ എന്ന് പറഞ്ഞാലേ പിന്നെ റോട്ടിൽ കൂടെ പോകുമ്പോന്ന് പറഞ്ഞ വണ്ടികളിൽ നിന്ന് നോക്കില്ലേ അവള് ഒറ്റ ലക്ഷ്യം. അപ്പം അത് എന്താണെങ്കിലും എന്നാലും ഇതേപോലെ ഞാനും മോനും കൂടി പുറത്തിറങ്ങുമ്പോൾ അവള് പിന്നാലെ ഓടി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചേച്ചിയോട് ഞാൻ പറഞ്ഞു വരികയാണ്, ചേച്ചി ഇവളെ എൻ്റെ പിന്നാലെ വരും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇവളെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് ആക്കി ഗേറ്റ് അടച്ച് പോകുന്നത് ചേച്ചി കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഗേറ്റ് അടച്ച് പോയതിൻ്റെ പിന്നാലെ നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് വരുന്ന ടൈമായിരുന്നു. അവനാണെങ്കിൽ ഗേറ്റ് തുറന്ന് കടന്നു. ഇവളാണെങ്കിൽ ഒറ്റ ആ ലക്ഷ്യം വെച്ചിട്ട് ആ ചേച്ചി പറയാം, നിലത്തൊന്നും കാല് മുട്ടുണ്ടോന്നില്ല, അതേപോലെ പോണേന്ന്. എന്നിട്ട് വേഗം എന്ത് ചെയ്ത് ആ സ്റ്റാഫ് വന്ന് ഷായനോട് പറഞ്ഞു, ഇങ്ങനെ പേളി
പോയിന്ന്. ഷൈട്ട് സ്കൂട്ടർ എടുത്ത് വന്നപ്പോഴേക്കും അവള് എവിടെ നമ്മുടെ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ കടന്നു. അത്രത്തോളം എത്തി. ഷൈറ്റിനെ കണ്ടപ്പോൾ പിന്നെ അവള് തിരിച്ചു പോന്നു. അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ഇപ്പോൾ നമ്മുടെ പേളിക്കുട്ടിക്ക്. ഞാൻ പോണു കണ്ടാൽ മാത്രം, അല്ലെങ്കിൽ അവള് പുറത്തിറങ്ങില്ല. സാധാരണ പോലെ ഗേറ്റ് വരെ പോവും, തിരിച്ചിങ്ങോട്ട് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാം കൊണ്ട് എല്ലാവരുടെ കാര്യത്തിലും ഫോൺ നമ്പറൊക്കെ അടക്കായിട്ട് കൊടുത്തോളൂ. ഇനി പേര് മാത്രല്ല, പേളിക്കുട്ടിക്ക് ചെയിന് നമ്മൾ പണിതുണ്ടത് കാരണം ചെയിൻ്റെ കൂടി ഇട്ട് കൊടുക്കാനായിട്ട്. നോക്കിയേ എല്ലാവരും കെടുക്കുക. പുതിയ ലോക്കായിട്ട് ഇടാൻ പോവാന്ന് പറഞ്ഞ കാരണമാണ് എല്ലാവരും ഉറങ്ങണേ. അവരെ പഴയതൊക്കെ ഊരി. ഇതിങ്ങനെ പഴയത് ഇതായിരുന്നു ഇങ്ങനെയുള്ളത്. ഇപ്പേക്ക് പോണത് ഈ ടൈപ്പിലായി. ഫോൺ നമ്പർ ഇവിടെയും പേര് ഇവിടെയും. അപ്പൊ അതായത് മറ്റേലേ ആ ഗോൾഡൻ കളറുള്ള ലോക്കറ്റ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അതിൽ എഴുതാൻ പറ്റില്ലാന്ന്. ഒരു ഭാഗത്ത് പേര് എഴുതി, പിന്നത്തെ അതിന്റെ പുറംവശത്ത് ഇങ്ങനെ അഡ്രസ്സ് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എഴുത്ത് എഴുതാൻ പറ്റില്ല. അതാണ് സ്റ്റീലാക്കിയത്. നോക്കിയാ എല്ലാവരും ഉറങ്ങണം. നോക്കിയേ അല്ല ചേട്ടാ, കുഞ്ഞു പാവകളൊക്കെ പേരിട്ടില്ലാകുമ്പോളേ അവർക്കൊരു ക്ഷീണല്ലേ. അതേപോലെ അതിന് പുതിയ ലോക്കറ്റൊക്കെ വരല്ലേ, അതിന്റെ ക്ഷീണം. ഇട്ടോടൊക്കെ സുഖമായി. അല്ലെങ്കിൽ അവർ കൂട്ടാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തിനും കുഴപ്പമില്ല. എന്തിട്ടോടക്കായാലും കുഴപ്പമില്ല. നമ്മള് മറ്റേ ഡ്രസ്സുകൾ ഇട്ട് കൊടുത്ത പെണ്ണ കണ്ടില്ലേ, ഊരാനാ സമ്മതിക്കാത്തത്. എല്ലാത്തിനും നന്നായിട്ട് അവർ യോജിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണേല്. അതൊക്കെ പ്ലാറ്റിനും പോലെ കാല് വയ്ക്കി എന്നാടെ കാല് പോക്കണ പ്ലാറ്റിന് കൂട്ടാ. കല്യാണി ഞാൻ ഇരുന്നപ്പോ നോക്കണു. ഓ ചെക്കന് നാണില്ലല്ലോ, കിടന്ന് ഉരുളായിരിക്കുക. ഞങ്ങള് പിന്നെ പ്ലാറ്റിനിക്ക് മണി ഇട്ട് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊന്ന് ഇട്ട് കൊടുത്തുട്ടാ. അവന് ഓടുമ്പോ പെട്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. പാവം എന്ത് കണ്ടിട്ടുള്ള അവ പേടിച്ചത് നന്ന്. ഇപ്പോഴും ഉള്ളില് പേടില്ല, എന്റെ തെളിവാണ്. നമ്മളകത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പൊ നമ്മൾ അന്വേഷിച്ച് പുറത്തേക്ക് ചാടണത്. അവന്റെ കിടപ്പ് നോക്കിയേ, ബോൾട്ട് മോന്റെ കിടപ്പ് നോക്ക്. ചെക്ക എന്റെ മോനെ ലോക്കറ്റ് ഇട്ടതാട്ടാ, അവന്റെ ഫ്ലാറ്റിന് മോനെ ലോക്കറ്റ് ഇട്ടതാ. ചെക്ക നാണല്ലില്ലടാ നിനക്ക്, നിനക്കൊരു നാണല്ലില്ലടാ. കല്യാണിയേ, എന്നിട്ട് എന്റെ മോള് സുഞ്ചിരി എന്തോ വായിൽ പെട്ടിട്ട് വലിയ ഈച്ചങ്ങ് പോവാണെങ്കിൽ പെട്ടെന്ന് പിടിക്കും. ചിലപ്പോ അങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ടാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ അറച്ചറച്ച പോലെ കാണിക്കണം. അതേനാ കുനിയനെ പൊട്ട സ്മെല്ലല്ലേ. മറ്റേ നമ്മുടെ കല്യാണി കുനിയനായിട്ട് പിടിച്ചു വായിക്കും. ജാതി ടെസ്റ്റില്ല, ആളുകൾ അറച്ച പോലെ ഒന്നും കാണിക്കാതിരിക്കുക. കല്യാണി പതുക്കെ വന്നവിടെ ഇരുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ മടിയിൽ തല വയ്ക്കണം. സെറ്റപ്പായി. ശുണ്ടിരി മണി നമ്മുടെ റൊണാൾഡോ മോൻ്റെ കളി നോക്കിട്ടാ. അതായത് നമ്മള് ചില പാലപ്പണി എടുക്കാന്ന് പറയില്ലേ, തമാശക്ക് ആ രീതിയിലാ ഓരോരുത്തരെ കാഴ്ച നിൽക്കും. ഒരു സുഖം, ഒരു തല്ലൂടാൻ വഴി. കുട്ടികളെ നോക്കിയാലോട്ടാ. നമ്മുടെ പ്ലാറ്റിനി മോൻ്റെ വേറെ സ്വഭാവം കണ്ടോ അതെ. നമ്മുടെ കയ്യും കാല് വെച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ആള് എപ്പോഴും നമ്മൾ തൊട്ടുകൊണ്ടിരിക്കണം. സുന്ദരനല്ലേ. ഇപ്പൊ കല്യാണി മടിയിൽ തല വെച്ചെടുക്കണ്, ഞാൻ അമ്മയുടെ കയ്യുമ്മ കൈ വെച്ചിരിക്കും. അത്രേ ഉള്ളൂ. മോൻ കിടന്നു അവിടെ. എന്നാ കിടന്നു, ഇങ്ങനെ കിടന്നു. എൻ്റെ മോനും കിടക്കാം. അങ്ങനെ കിടന്നു കേട്ടാ. കല്യാണി പിന്നെ വേറൊരു സ്റ്റൈലല്ലേ സ്വഭാവം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും അഡ്രസ്സായി എല്ലാവർക്കും ട്ടാ. ലക്ഷേട്ടാ അങ്ങനെ നടക്കട്ടെ അവര് ഫോൺ നമ്പറൊക്കെ അല്ല, നമുക്കൊരു സേഫ് ആയല്ലോ ഇനിയിപ്പോ ആ കാര്യത്തില്. ഇനിയിപ്പോ എലിക്കുട്ടി കൂടി തുടക്കണം ചെന്നിട്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളോ നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.